എൻ്റെ പേര് റിച്ചു. ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയാണ്. നിലവിൽ സദേൺ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. പാലക്കാട് ഡിവിഷനിലെ ഷൊർണൂർ സ്റ്റേഷനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമുകളായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സിലബസും റെയിൽവേ എക്സാമുകളുടെ സിലബസും ഏകദേശം ഒരേപോലെ വരുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ റെയിൽവേ എക്സാമുകളും എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ എഴുതി വന്നപ്പോഴാണ് 2019 NTPC നോട്ടിഫിക്കേഷൻ വരികയും അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഞാൻ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷമാണ് ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അക്കാലത്തൊക്കെയും ഞാൻ കുറച്ച് പൊതുപ്രവർത്തനത്തിൽ കൂടി നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു തിരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ജനപ്രതിനിധിയായിട്ട് വിജയിക്കുകയും ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു പഠനത്തിലും ഒരു ഗ്യാപ്പ് ഉണ്ടായി. പിന്നീട് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ആ സമയത്ത് ഞാൻ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ഞാൻ ജോലിയിലിരിക്കുന്ന ഈ എക്സാം എഴുതിയത്. ഈ എക്സാമുകൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മുടെ വീടിനടുത്ത് ചെറിയൊരു ലോഡ്ജിൽ ഒരു റൂം എടുത്തിട്ടുണ്ട്. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇതേപോലെ എക്സാമുകൾക്ക് പഠിക്കാൻ വേണ്ടി എടുത്ത റൂമായിരുന്നു. അപ്പോൾ അവരില്ലാത്ത സമയത്തും അവരുള്ളപ്പോഴും ഞാൻ രാവിലെ മുതൽ അവിടെ പോയിരിക്കും. രാവിലെ കുറച്ച് വെള്ളവും ഫുഡൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോകും. അവിടെ പോയിരുന്ന് പഠിച്ച് വൈകുന്നേരമാണ് ഞാൻ തിരിച്ചു വരിക. അങ്ങനെ അവിടെ ആ റൂമിലിരുന്നിട്ടാണ് ഈ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തത്. അവസാനം കുറേ കാലം കഴിഞ്ഞ് ഈ റൂമിന് വാടക ഒന്നും കൊടുക്കാൻ പൈസ ഇല്ലാതായപ്പോൾ പിന്നെ ആ റൂം വെക്കേറ്റ് ചെയ്തു. പിന്നുള്ള പഠിത്തം വീട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരു കൂടുതലും ആൾക്കാർ കേരള PSC ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും UPSC, SSC, RRB അങ്ങനെയുള്ള എക്സാമുകൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്ക് നമുക്ക് ബെറ്റർ സാലറി കിട്ടുന്നുണ്ട്. കേരളത്തിലെ ജോലികൾക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചധികം സാലറി, സെയിം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലുള്ള ജോലികൾക്ക് പോലും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗത്തിന് കുറച്ചധികം സാലറി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി തന്നെ നേടണം എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നു. ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ എക്സാം ഒരു ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും എഴുതാം. നമുക്ക് ബിടെക് വേണമെന്നൊന്നുമില്ല. BA മലയാളമോ BA ഹിസ്റ്ററിയോ BSc മാത്സോ അങ്ങനെ ഏത് ഡിഗ്രിയുള്ള എല്ലാവർക്കും എഴുതാൻ കഴിയുന്ന ഒരു എക്സാമാണ് സ്റ്റേഷൻ മാസ്റ്റർ എക്സാം. അതിവിടെ പലർക്കും അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റേഷൻ മാസ്റ്റർ ജോലിയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനിൽ നിന്നിട്ട് തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് വാങ്ങുക, അടുത്ത സ്റ്റേഷനിലേക്ക് കൊടുക്കുക. അതാണ് സിമ്പിളായിട്ടുള്ള വാക്കുകൾ പറഞ്ഞാൽ നമ്മുടെ ബേസിക് ഡ്യൂട്ടി. അപ്പോൾ ഈ വണ്ടി അങ്ങോട്ട് വാങ്ങി ഇപ്പുറത്തേക്ക് കൊടുക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള സിഗ്നലുകൾ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം. പിന്നെ ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റെല്ലാ കാര്യങ്ങളും സ്റ്റേഷൻ മാസ്റ്ററുടെ സൂപ്പർവിഷനിലാണ് പോകാറുള്ളത്. ഈ RRB നടത്തുന്ന എക്സാമുകൾക്ക് ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇല്ല. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളവർക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് RRB. പിന്നെ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് RRB എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം നമുക്ക് SSCക്ക് വേണ്ടി നമ്മൾ വളരെ ഹൈ ലെവൽ മാത്സ് പഠിക്കും. അപ്പോൾ RRBയുടെ മാത്സിന് അത്ര ഡിഫിക്കൽട്ടി ഇല്ല. അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റീസണിങ്ങും SSCയിൽ അത്ര ഡിഫിക്കൽട്ടി നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ടുള്ള കേരള PSC പഠിക്കുന്നവർക്കായാലും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നിലവിൽ കുറച്ചധികം വേക്കൻസികൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇനി എക്സാമുകൾക്ക് പഠിക്കാൻ പോകുന്നവർ അതൊരു മോട്ടിവേഷനായി കണ്ടുകൊണ്ട് തന്നെ പുതിയ എക്സാമുകൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് ഈ പോസ്റ്റിലേക്കും അതുപോലെയുള്ള റെയിൽവേയുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും മറ്റ് പോസ്റ്റുകളിലേക്കും സുഖമായിട്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായില്ല. 5 വർഷത്തെ ഗ്യാപ്പിനിടയിലും ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വലുതായിട്ട് എനിക്ക് ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചു വന്ന് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ചെറിയ സമയത്തിൽ എനിക്കിത് പഠിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ, അതായത് ഞാൻ വലിയ ഇതൊന്നുമല്ല, ചെറിയൊരു ആവറേജാണ്. അപ്പോൾ എനിക്കിത് പഠിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വലിയ ഒരുപാട് ഒഴിവുകൾ ഇനിയും റെയിൽവേയിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് വരാനുണ്ട്. അത് ഒരു ഇൻസ്പിറേഷനായി കണ്ടുകൊണ്ട് ഒരു 6 മാസം 1 വർഷവും ഒന്ന് ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.